എന്തുകൊണ്ട് ഞാൻ? വൈ മീ? എന്തുകൊണ്ടാണ് എന്നെ അല്ലാഹു ഈ രീതിയിൽ പരീക്ഷിച്ചത്? എൻ്റെ ലൈഫിൽ ഞാൻ ആഗ്രഹിച്ചതുപോലെയൊക്കെ നടന്നിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. അല്ലാഹ് ടെസ്റ്റ് ദോസ് ഹോം ഹി ലവ്സ് സ്റ്റിൽ. മനസ്സിലാകെ ഒരുപാട് ചിന്തകൾ കയറിക്കൂടാണ്, ഒരു സമാധാനവുമില്ല. ദെൻ ദിസ് വീഡിയോ ഇസ് റൈറ്റ് ജസ്റ്റ് ഫോർ യു. സോ അങ്ങനെയാണെങ്കിൽ ഈ ഒരു വീഡിയോ അവസാനം വരെ കാണാൻ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നതായിരിക്കും. ഹേയ്, അസ്സലാമു അലൈക്കും. സത്യം എന്താണെന്ന് വെച്ചാൽ അള്ളാഹു ഇല്ലാതെ ശരിക്കും നമ്മൾ നഷ്ടപ്പെട്ടവരെ പോലെയാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ ഒപ്പമാവുമ്പോൾ എത്ര ഇരുട്ടേറിയ രാത്രിയിലും അവിടെ എപ്പോഴും ഒരു വെളിച്ചം ഉണ്ടാവും. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് എത്ര ഇരുട്ടേറിയ രാത്രിയിലും ആകാശത്ത് വെച്ച് നിലാവ് തിളങ്ങിക്കൊണ്ടേയിരിക്കും. ആ ആകാശം എത്ര വലിയ ഇരുട്ടായാലും നിലാവ് പ്രകാശിച്ചുകൊണ്ടേയിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ഖുർആനിൽ പറയുന്നുണ്ട്, അതായത് തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ പരീക്ഷിക്കും, പേടിയും വിശപ്പും സാമ്പത്തിക നഷ്ടവും ജീവനും. പക്ഷേ ആരാണോ ഏറ്റവും കൂടുതൽ പേഷ്യൻ്റായിട്ട് നിൽക്കുന്നത്, ആരാണോ അത്രയും ക്ഷമയോടെ ഇതെല്ലാം സഹിക്കുന്നത്, അവർക്ക് നല്ല വാർത്ത അറിയിച്ചു കൊടുക്കുക. അവർക്ക് നല്ലതെന്തോ വരാനുണ്ട്. സോ ഒരിക്കലും നമ്മളിവിടെ അനുഭവിച്ച ഹാർഡ്ഷിപ്പും വിഷമങ്ങളും രോഗങ്ങളും ജോലി കിട്ടാത്ത അവസ്ഥയും പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുന്നതും അങ്ങനെയെല്ലാം ഒന്നും വെറുതെ ആവുന്നില്ല. ഇതിനെല്ലാം എന്തായാലും ഒരു റിവാർഡുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സ്വർഗം ഒരുക്കി വെച്ചിട്ടുണ്ട്. എല്ലാവരും ചിലപ്പോൾ ആരും കാണാത്ത ചില വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ടാവും. പക്ഷേ അല്ലാഹു ഒരിക്കലും ഈ ഒരു ലൈഫിൽ വിഷമങ്ങൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടില്ല. ബട്ട് ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പ്രോമിസ് ചെയ്യുന്നുണ്ട്, ഓരോ വിഷമഘട്ടത്തിലും നിങ്ങൾ കടന്നു പോകുമ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ കൂടെയുണ്ട്. മേ ബി നിങ്ങൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവില്ല, പക്ഷേ അല്ലാഹുവിൻ്റെ പ്ലാനിങ് പ്രകാരം അതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ്. അതിലാണ് ഹയറുള്ളത്. മേ ബി നിങ്ങൾ കടന്നു പോകുന്നതിലൂടെ ആയിരിക്കും നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കൂടുതൽ ക്ലോസ് ആവുന്നത്. സോ എല്ലാത്തിനും പുറമെ എന്തെങ്കിലുമൊക്കെ കാരണമുണ്ടാവും. അങ്ങനെ ഒരു കാരണവുമില്ലാതെ അല്ലാഹു നമ്മളെ പരീക്ഷിക്കില്ല. മേ ബി നമ്മൾ അനുഭവിച്ച പാപങ്ങൾ പുറത്തു തരാനായിരിക്കും, സ്വർഗത്തിൽ നമ്മളുടെ റാങ്ക് ഉയർത്താനായിരിക്കും, അല്ലെങ്കിൽ ഇതിനെക്കാട്ടിയും മറ്റെന്തോ നല്ലത് തരാനായിരിക്കും. അങ്ങനെ നമ്മൾ ചിന്തിച്ചാൽ ഒരുപാട് റീസൺസ് ഉണ്ടാവും. നമ്മളുടെ ഇസ്ലാമിൽ നമ്മളോട് ക്ഷമയുള്ളവരാവുക എന്ന് മാത്രമല്ല പറയുന്നത്, നമുക്ക് ക്ഷമ ഉണ്ടാവണമെങ്കിൽ നമുക്ക് അതിനുള്ള വഴികളും പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ ആ ഒരു വഴികളിൽ ഒന്നാണ് നിസ്കാരം. നമ്മൾ അല്ലാഹുവിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഇറ്റ്സ് ലൈക്ക് നമ്മളുടെ എല്ലാ വിഷമങ്ങളും പേടികളും എല്ലാം അല്ലാഹുവിനെ സബ്മിറ്റ് ചെയ്യുന്നത് പോലെയാണ്. എപ്പോഴെങ്കിലും നിങ്ങൾ സുജൂദിൽ കരഞ്ഞിട്ടുണ്ടോ? ആൻഡ് ആരും നിങ്ങളെ കാണുന്നില്ല, ആർക്കും നിങ്ങളുടെ വിഷമത്തെക്കുറിച്ച് അറിയില്ല എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ നോ ദാറ്റ് അല്ലാഹ് നോസ് എവറിത്തിങ്. നിങ്ങൾ കരഞ്ഞ ഓരോ പ്രാവശ്യം നിങ്ങളുടെ മനസ്സ് വല്ലാതെ സങ്കടപ്പെടുമ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ കാണുന്നുണ്ട്. അങ്ങനെ ആ ഒരു അവെയർനെസ് അല്ലെങ്കിൽ ആ ഒരു ബോധം നമുക്കുണ്ടായാൽ ദെൻ അവിടെയാണ് നമ്മൾ പതിയെ പതിയെ മാറാൻ സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ മെല്ലെ മെല്ലെ ഹീൽ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ ഖുർആൻ എന്ന് പറയുന്നത് ഒരു മെഡിസിൻ പോലെയാണ്. എല്ലാ വിശ്വാസികൾക്കും അവർ സ്ട്രഗിൾ ചെയ്യുന്ന കാര്യത്തിൽ നിന്നും ഒരു സൊല്യൂഷൻ പോലെയാണ് ഖുർആൻ. ഖുർആനെ നമ്മൾ അർത്ഥത്തോടു കൂടെ വായിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോടാണ് ഇത് ഡയറക്റ്റായിട്ട് പറയുന്നത് എന്ന് നമുക്ക് തോന്നും. അതിൽ ചില ആയത്തുകളൊക്കെ നമുക്ക് ഭയങ്കര ആശ്വാസം തരും. സോ ഇതുവരെ നമ്മൾ ഖുർആൻ അർത്ഥത്തോടു കൂടെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇടയ്ക്കൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. ഒരുപാട് ഹോപ്പും ഒരുപാട് വിശ്വാസവും നമുക്കതിലൂടെ ലഭിക്കും. ചിലപ്പോൾ അതിലുള്ള ഒരായത്ത് കൊണ്ട് നമ്മൾ ഒരുപാട് കാലം അനുഭവിക്കുന്ന ആ ഒരു പെയിൻ, ആ ഒരു വേദന കുറച്ചെങ്കിലും അത് കുറയാൻ കാരണമാകും. ആൻഡ് നെക്സ്റ്റ് തിങ് ഈസ് നമ്മൾ മാക്സിമം ദുആ ചെയ്യുക. നമ്മൾക്ക് പറ്റുന്ന പോലെ, ഇവൻ നമ്മൾക്ക് വാക്കുകളില്ലെങ്കിലും ജസ്റ്റ് നമ്മൾ നിസ്കരിച്ചതിന് ശേഷം വാക്കുകളില്ലെങ്കിലും നമ്മളുടെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അല്ലാഹുവിനോട് തുറന്ന് പറയുക. ഇറ്റ്സ് ലൈക്ക് നമുക്കൊരു ആത്മസുഹൃത്തിനെ പോലെ നമ്മൾ അല്ലാഹുവിനെ കാണാൻ തുടങ്ങിയാൽ നമ്മളുടെ ലൈഫ് ഒരുപാട് ഈസിയർ ആയിരിക്കും.
നിങ്ങളുടെ കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നിങ്ങളുടെ വിഷമെങ്കിൽ നോ ദാറ്റ് ഇറ്റ്സ് ഓക്കെ. ചില സമയത്ത് നമ്മൾ വിഷമിച്ചിരിക്കുന്നത്, കരയുന്നത് എല്ലാം ശരിയാണ്. നമുക്കൊന്ന് ഹീലായി വരാൻ ഒരുപാട് ടൈം എടുക്കും. പക്ഷേ എന്ന് കരുതി നമ്മൾ അതിൽ മുഴുകാൻ പാടില്ല. ആൻഡ് അള്ളാഹുവിൻ്റെ കരുണയാണ് നമ്മളുടെ എല്ലാവരുടെയും വിഷമത്തേക്കാൾ ഏറ്റവും വലുത്. നമ്മൾ പോലും അറിയാതെ അള്ളാഹു നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ബട്ട് നമ്മൾ ആ ഒരു സ്നേഹം തിരിച്ചറിയാൻ ലേറ്റ് ആവരുത്. നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും തുറന്നു പറയുക. ഈവൻ നമ്മൾ ചെയ്തു പോയ തെറ്റുകളും നമ്മൾ തുറന്നു പറയുക, തൗബ ചെയ്യുക. ആൻഡ് ട്രസ്റ്റ് മീ, നിങ്ങൾക്ക് എന്തായാലും അള്ളാഹുലേക്ക് തിരികെ പോകാൻ പറ്റും. ഇറ്റ്സ് ഓക്കെ. ഈ ഒരു മൊമെൻറ്റ്സ്, ഈ ഒരു നിമിഷങ്ങളൊക്കെ വളരെ ടെമ്പററി ആണ്, താൽക്കാലികമാണ്. ഏറ്റവും വലിയ സന്തോഷവും സമാധാനവും സ്വർഗത്തിൽ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ജസ്റ്റ് നമ്മുടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് ആലോചിച്ചാൽ മതി. തൻ്റെ സ്വന്തം മക്കളെ തൻ്റെ സ്വന്തം കൈകളുകൊണ്ട് തന്നെ കബറടക്കി. ഒരു അനാഥനായിട്ട് വളർന്നു. ഒരുപാട് പേര് ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്, കളിയാക്കിയിട്ടുണ്ട്, ഒരുപാട് വിശപ്പുകൾ സഹിച്ചിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞാൽ തീരാത്ത വിഷമങ്ങൾ നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. സ്റ്റിൽ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിനോട് ഒരിക്കൽ പോലും കംപ്ലയിൻറ്റ് ചെയ്തിട്ടില്ല, ഒരിക്കൽ പോലും പരാതി പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് റബ്ബേ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്ന് പറഞ്ഞിട്ടില്ല. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൻ്റെ പ്ലാനിൽ വിശ്വസിച്ചു, പ്രതീക്ഷിച്ചു. ഇതുപോലെ ആയിരിക്കണം നമ്മുടെ മൈൻഡ് സെറ്റും. നമ്മൾ നിസ്കരിക്കുമ്പോൾ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് സംസാരിക്കുന്നത് പോലെ നമ്മൾ നിസ്കരിക്കുക. നമ്മളുടെ ഹൃദയം കുറച്ചും കൂടെ ഓപ്പൺ ആവും, ഒരുപാട് സമാധാനം നമ്മളിലേക്ക് വരും. ഇന്ന് സംഭവിക്കുന്ന എല്ലാത്തിനും കാരണമായിട്ട് മറ്റ് വേറൊരു ദിവസം ഇതെല്ലാം എനിക്ക് മനസ്സിലാകും, ഞാൻ ഇതിലൂടെ കടന്നു പോകുന്നതൊക്കെ ഇതിന് വേണ്ടിയിട്ടായിരുന്നു എന്ന്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യുക. ആൻഡ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.